ഹിന്ദു വിരുദ്ധമായ നിലപാട് ആര് സ്വീകരിച്ചാലും അത് തുറന്നു പറയുക തന്നെ ചെയ്യും എന്ന് BHP നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇതിനു മുമ്പുണ്ടാകുന്ന ഒരു കൗതുകം എന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അവർ പാകിസ്ഥാന് തുല്യമായ ദുരവസ്ഥയാണ് അനുഭവിക്കുന്നത് എന്ന് ദീപിക പറയുകയാണ്. അത്രമേൽ വലിയ വിമർശനമാണ് കേന്ദ്ര സർക്കാരിന് നേരെ അടക്കം ദീപിക ഉന്നയിക്കുന്നത്. എന്താണ് താങ്കളുടെ മറുപടി? BHPയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹൈന്ദവ സംഘടനയാണ്. അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ദീപിക ക്രൈസ്തവ സംഘടനകളുടെ മുഖപത്രമാണ്, അവരുടെ അഭിപ്രായം പറയാം. പക്ഷെ ഇതിനൊക്കെ ഉള്ളൊരു പ്രശ്നം വെച്ചാൽ ഇവിടെ യാഥാർത്ഥ്യം എന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അവര് ഈ കുറ്റം ചെയ്തതാണോ? ഈ സിസ്റ്റർമാർ ആ കുറ്റം ചെയ്തതാണെങ്കിൽ, ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു ചെയ്തതാണെങ്കിൽ അത് അവിടുത്തെ നിയമപ്രകാരം കുറ്റകരമാണ്, ഭാരതീയ ന്യായ സംഹിത പ്രകാരം കുറ്റകരമാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണ്? അവരത് കുറ്റം ചെയ്തതല്ല, അവരവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ആ നിലപാടിൽ ഞങ്ങൾക്ക് BJPക്ക് യാതൊരു വ്യത്യാസമില്ല, യാതൊരു മാറ്റമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയതെന്ന് മാത്രമല്ല പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജാമ്യം എടുത്തു കൊടുത്ത അമ്മമാരെ കൊണ്ട് മഠത്തിലാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ പറയട്ടെ, അവിടെ കൺവേർഷൻ നടക്കുന്നുണ്ടോ, അതും ഫോഴ്സ്ഫുൾ കൺവേർഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി കുറ്റകരമാണ് എന്ന് തന്നെയാണ് BJPയുടെ അഭിപ്രായം, ഒരു തെറ്റില്ല. പക്ഷെ അവിടെ അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിൽ സ്പെസിഫിക് ആയിട്ട് BJPയുടെ അഭിപ്രായം. ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ട നടപടികളുമായി BJP മുമ്പോട്ട് പോയത്. ശരി. അങ്ങനെയെങ്കിൽ അക്കാര്യം ബജ്റംഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, തീർച്ചയായിട്ടും അവിടുത്തെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഛത്തീസ്ഗഡിന്റെ ഒരു സാഹചര്യം അനുസരിച്ച് അവിടെ വലിയ രീതിയിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്ന, വലിയ രീതിയിൽ ഈ ഫോഴ്സ്ഫുൾ കൺവേർഷൻ നടക്കുന്ന സ്ഥലങ്ങളാണ്. അത്തരം കേസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവരെ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബജ്റംഗ് ദൾ നേരിട്ട് ഞങ്ങളുമായിട്ട് ലൈസൺ വർക്ക് നടക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ കീഴിലുള്ള സംഘടനയൊന്നുമല്ല. അവർ അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പൊ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെടുന്ന കാര്യമല്ല. അത് അവർ ബോധ്യപ്പെടുന്നത്. പക്ഷെ നിയമപരമായി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? ആ സിസ്റ്റർമാരെ പുറത്തു കൊണ്ടുവരിക. ആ സിസ്റ്റർമാരെ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ഞങ്ങൾ ചെയ്യും. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ കേസിന്റെ അന്വേഷണം, ഇനി ആ സർക്കാർ ആ കേസിന്റെ അന്വേഷണം തുടർ അന്വേഷണം നടത്തുന്നതായിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ സർക്കാരിന് കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെടും, അല്ലെങ്കിൽ സർക്കാരിന് അത് ബോധ്യപ്പെടുന്ന സമയത്ത് അവർക്ക് മാത്രം കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ശരി. അപ്പോൾ പിന്നെ ഈ ജാമ്യം ലഭിച്ച കന്യാസ്ത്രീകൾക്ക് ഇനി നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമ്പോഴും വളരെ എളുപ്പത്തിൽ തന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെട്ടേക്കുന്നത് എന്താണ്? അതെങ്ങനെയാണ് അതല്ല എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുക? താങ്കൾ പറഞ്ഞത് എന്താണ് തുടക്കത്തിൽ? അതായത് ഛത്തീസ്ഗഡിൽ അല്ല, ഞാൻ ചോദിക്കുന്നത് താങ്കളൊന്ന് ശ്രദ്ധാപൂർവം കേൾക്കൂ. ഛത്തീസ്ഗഡിൽ മതപരിവർത്തന നിയമം അല്ലെങ്കിൽ മതപരിവർത്തന നിരോധന നിയമമുണ്ട്. അത് കോൺഗ്രസ് സർക്കാരാണ് നടപ്പിലാക്കുക. ശരി. പക്ഷേ അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നും കന്യാസ്ത്രീകളെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്തത് എന്നും BJPക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞത്. ഈ BJPയാണ് അവിടെ സർക്കാർ, ആ BJPയാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യം BJPക്ക് ബോധ്യപ്പെട്ടാൽ ആ ബോധ്യമാണല്ലോ ഇനി നിയമ നടപടിയിൽ BJP ഭരിക്കുന്ന സർക്കാരും കാണിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ സുഹൃത്തെ, ഇന്നലെ മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങളിൽ പലർക്കും മനസ്സിലായില്ലെങ്കിലും ഇവിടെ എന്തുകൊണ്ടാണ് അവർക്ക് ജാമ്യം കിട്ടിയത്, എന്തുകൊണ്ടാണ് അവർക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം? അത് മാധ്യമങ്ങൾക്ക് മനസ്സിലാകുകയൊന്നുമില്ല. ശരിയാണ്. അതായത് പ്രോസിക്യൂഷൻ സർക്കാർ ഒരു മികച്ച അല്ലെങ്കിൽ നിങ്ങളെ കോട്ട് ചെയ്തില്ല. അല്ല ഞങ്ങളെയും കോട്ട് ചെയ്യാം, അതൊക്കെ താങ്കളുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഒരു എതിർപ്പുമില്ല. ഞങ്ങളെ വിമർശിക്കാം, ഞങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറയാം ഒക്കെ. പക്ഷേ സാമാന്യമായി താങ്കൾ പറഞ്ഞത് ശരിയാണ്. അതായത് പ്രോസിക്യൂഷൻ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങില്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇത് തന്നെയായിരിക്കുമോ ഇനിയുള്ള നിയമ നടപടിയിലും നടക്കാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാത്തത്? ചുമ്മാ അങ്ങനെ ചെയ്യുമോ? ചുമ്മാ ചെയ്യണമെന്നല്ല, ഒന്ന് കേരളത്തിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനത്തെ കുറിച്ച് അറിയാം. പിന്നെ ഉത്തരേന്ത്യ അല്ലല്ല, ഛത്തീസ്ഗഡിൽ ബജ്റംഗ് ദൾ തൃപ്തിപ്പെട്ടു. കാരണം ബജ്റംഗ് ദളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കന്യാസ്ത്രീകളെ 9 ദിവസം അകത്ത് കിടത്തി. ഞാൻ പറയുന്ന കാര്യത്തിനും കൂടെ ഒരു സമയം തന്നെ. ശരി, പറഞ്ഞോളൂ. BJPക്ക് രാഷ്ട്രീയ ലാഭമാണ് ലക്ഷ്യമെങ്കിൽ 55 സീറ്റുമായി അധികാരത്തിലിരിക്കുന്ന ഛത്തീസ്ഗഡിലാണോ ഞങ്ങൾക്ക് ലാഭം കൂടുതൽ, അതോ
ഒരു സീറ്റ് പോലും ഇല്ലാതെ പ്രതിപക്ഷത്ത് പോലുമല്ല, നിയമസഭയിൽ പ്രതിപക്ഷത്ത് പോലും ഇല്ലാത്ത ബി ജെ പിയുടെ കേരള സംസ്ഥാനത്തെ താല്പര്യമാണോ ബി ജെ പി സംരക്ഷിക്കേണ്ടത്? ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിജിയെ സംബന്ധിച്ചിടത്തോളം നീതി നടപ്പിലാകണമെന്ന് നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് രാഷ്ട്രീയത്തിനപ്പുറം ഇത്തരത്തിലൊരു നിലപാടിലേക്ക്. അവിടെ ശ്രീ ഷോൺ ജോർജ്, 55 സീറ്റുള്ള ഛത്തീസ്ഗഡിലെ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവ് പറഞ്ഞോ ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന്, ഈ കന്യാസ്ത്രീകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന്? കേരളത്തിന് പുറത്തെ ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ നേതാവ് പരസ്യമായി പറഞ്ഞൊരു പ്രതികരണം താങ്കൾക്ക് കേൾപ്പിക്കാമോ? ഒരു മിനിറ്റ്. KPCCയുടെ കോൺഗ്രസിന്റെ ഛത്തീസ്ഗഡിന്റെ സംസ്ഥാന അല്ലല്ല, താങ്കൾ KPCCയെ വിടും, അത് കോൺഗ്രസ് പറയട്ടെ. അല്ലല്ല, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് എന്താണ്? താങ്കൾ സൂചിപ്പിച്ചതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രതികരണം നടത്തും, അല്ലാതെ കോൺഗ്രസ് എന്ത് പറയുന്നു, കമ്മ്യൂണിസ്റ്റ് എന്ത് പറയുന്നു എന്നുള്ളതല്ലോ. ഒന്ന് പറയട്ടെ സാർ, ഇതൊരു ഡിബേറ്റ് അല്ലല്ലോ. പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. നിങ്ങൾ ഇത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അവിടെ സംബന്ധിച്ചിടത്തോളം ആ 55 MLA-മാർക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ചീഫ് മിനിസ്റ്റർ ഉണ്ട് അവിടെ ഒരു ഹോം മിനിസ്റ്റർ ഉണ്ട്. അവര് രണ്ടുപേരും അറിയാതെ കേരളത്തിൽ ചെന്നിട്ടുള്ള ഷോൺ ജോർജിനോ അനൂപ് ആന്റണിക്കോ അല്ലെ ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഇടപെട്ട രാജീവ് ചന്ദ്രശേഖരനോ അവിടെ അവർക്ക് വിരുദ്ധമായി അവർക്ക് മുകളിൽ ഒരു തീരുമാനം പ്രോസിക്യൂഷൻ കൊണ്ട് എടുപ്പിക്കാൻ കഴിയുമോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? എവിടെയാണ് ഞാനതിനെ എതിർത്തോ ശ്രീ ഷോൺ ജോർജ്? ഞാൻ താങ്കളുടെ ആ വാദത്തെ 100% സമ്മതിക്കുന്നു. ഒന്ന് പറയട്ടെ, എല്ലാ കാര്യവും നിങ്ങളുടെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ഞങ്ങൾക്ക് വിളമ്പാൻ പറ്റുമോ? മാധ്യമങ്ങളിൽ വേണ്ടതേ എന്തിനു മാധ്യമങ്ങളിൽ വിളമ്പണം? ഏതെങ്കിലും ഒരു വേദിയിലോ ഇടത്തോ പറഞ്ഞാൽ പോരെ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം ഞങ്ങൾ വൃത്തിയായി പൂർത്തീകരിച്ചു. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തിട്ടുണ്ട് ബോധ്യപ്പെടുത്തുന്നത്. അതാണ് താങ്കളെ പറഞ്ഞെടുത്താണ് എന്റെ സംശയം. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ആ ലക്ഷ്യം പൂർത്തീകരിച്ചു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരെ അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് അത് ആ ജാമ്യം കിട്ടിയത്. അത് ബോധ്യപ്പെടേണ്ടവർക്ക്. ശരി, ഒറ്റ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? അതായത് താങ്കൾ പറഞ്ഞ നിരപരാധികളെന്ന് BJPക്ക് ബോധ്യപ്പെട്ട കന്യാസ്ത്രീകൾ ഇനി നിയമ പോരാട്ടം നേരിടുമ്പോൾ ഈ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സർക്കാരും BJPയും മുന്നോട്ട് പോകുമോ? പ്രിയ സുഹൃത്തെ, ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് ഒരു ചാനൽ ചർച്ച, ഒരു ഡിബേറ്റിന് വന്നതല്ല. നിങ്ങളിപ്പോ എന്നോട് എന്റെ അഭിപ്രായം ചോദിക്കാണോ എന്ന് പറയാൻ വന്നതാണ്. താങ്കളുടെ അഭിപ്രായമാണ് ശ്രീ ഷോൺ ജോർജ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ചയാണ്, ഞാനിന്ന് രാവിലെ 8 മണിക്കാണ് വന്ന് ഇവിടെ ഇറങ്ങിയത്. എനിക്കൊന്ന് പള്ളി പോണം. ഈ ഒറ്റ ചോദ്യത്തിന് മറുപടി നൽകാമോ? ഒരേ ഒരു ചോദ്യത്തിന് മറുപടി. അതായത് ഇനി കന്യാസ്ത്രീകൾ നിരപരാധികളെന്ന് BJPക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു, അത് അവിടുത്തെ സംസ്ഥാന സർക്കാരിനെയും അറിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. ശരി, അഭിനന്ദിക്കുന്നു. ഇനിയുള്ളത് സംശയം നിയമപരമായ ഒരു പോരാട്ടത്തിലേക്ക് കടക്കേണ്ടി വരുമല്ലോ. ഈ കേസ് ക്ലോസ് ചെയ്തിട്ടില്ല. അവിടെ ഛത്തീസ്ഗഡ് സർക്കാർ ഇത് ബോധ്യപ്പെട്ടുകൊണ്ട് നിരപരാധികളാണ് എന്ന് തിരിച്ചറിവിൽ നിന്നുകൊണ്ടായിരിക്കുമോ മുന്നോട്ട് പോവുക? നിങ്ങൾ എന്തായി പറയുന്നത്? ഒരു അന്വേഷണ ഏജൻസി നിരപരാധിയാണെന്ന് ഒരാൾ, ഇപ്പൊ നമ്മുടെ ബോധ്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞല്ലേ, അത് ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു അന്വേഷണ ഏജൻസിക്ക് ഡയറക്ഷൻ കൊടുക്കാൻ അവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിന്റെ സ്റ്റേജിൽ ഇവരുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യണോ ആ സഹായം നമ്മൾ ചെയ്യും. എന്തായാലും താങ്കൾ തിരക്കിലാണ്. പക്ഷെ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞത് ഛത്തീസ്ഗഡ് സർക്കാരും അവിടുത്തെ മുഖ്യമന്ത്രിയും ഒന്നും അറിയാതെ അല്ലെങ്കിൽ അവർ ശ്രമിക്കാതെ ജാമ്യം ലഭിക്കുമോ എന്നാണ് താങ്കൾ പറഞ്ഞത്. അതേ താങ്കൾ തന്നെയാണ് പിന്നീട് ഇനി നിയമ പോരാട്ടത്തിലേക്ക്. അന്വേഷണം നടക്കട്ടെ. ശരി, അന്വേഷണം നടക്കട്ടെ, തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാകണം. ഇനി അന്വേഷിച്ചാലാണല്ലോ ഇവർ നിരപരാധികളാണോ എന്ന് ബോധ്യപ്പെടൂ. ഒരേ ചോദ്യം എത്ര പ്രാവശ്യം തിരിച്ചു? അല്ല, താങ്കൾ പറയുന്നതിൽ എനിക്ക് ക്ലാരിറ്റി വരുന്നില്ല, അതുകൊണ്ടാണ്. അല്ല, ഇത് താങ്കൾക്ക് ക്ലാരിറ്റി വന്നില്ലെങ്കിലും എന്നെ ഇപ്പോൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ക്ലാരിറ്റി വന്നിട്ടുണ്ട്. താങ്ക് യു. യെസ്, വളരെ നന്ദി. അഡ്വക്കേറ്റ് അനിൽ വെളിയിൽ, താങ്കളും ശ്രദ്ധിച്ചു കാണും. അതായത് BJPക്ക് ഇതിൽ സംശയമൊന്നുമില്ല കേട്ടോ. അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന്. കന്യാസ്ത്രീകൾ നിരപരാധികളല്ല. ഒരു ബെയില് കിട്ടി എന്നുള്ള കാരണത്താൽ ഒരാൾ നിരപരാധികളാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ജാമ്യത്തിൽ നിൽക്കുന്ന എല്ലാ കേസുകളിലെ എല്ലാ പ്രതികളും നിരപരാധികളാണല്ലോ. കേരളത്തിൽ നിന്നുള്ളതല്ല, ഭാരതത്തിലെ ഏത് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട വ്യക്തികളും. അതായത് താങ്കൾ പറയുന്നത് അങ്ങനെയെങ്കിൽ BJP വഴങ്ങിക്കൊടുത്തു.